ഹലോ ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് റിവർ പോഡിന്റെ ഒരു ക്രാഷ് കോഴ്സ് പോലെയാണ്. ഓക്കെ, ആക്ച്വലി ഞാനിത് വീഡിയോ ഓവർ ലെങ്തി ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് പാർട്ടായിട്ടായിരിക്കും ചെയ്യല്. അല്ലാന്നുണ്ടെങ്കിൽ ഞാനതൊരു സിംഗിൾ ക്രാഷ് കോഴ്സ് പോലെ ഒറ്റ സിംഗിൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. അത് നിങ്ങൾക്ക് ഞാൻ ഫൈനലി അപ്ലോഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്, പാർട്ടായിട്ടാണോ സീരീസ് ആയിട്ടാണോ അല്ല സിംഗിൾ വീഡിയോ ആയിട്ടാണോ എന്നുള്ളത്. സോ റിവർ പോഡ് എന്നോട് കുറെ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്, ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ആക്ച്വലി പ്രൊവൈഡർ ഫ്ലട്ടർ യൂസ് ചെയ്യുന്നവർക്കൊക്കെ പ്രൊവൈഡർ എന്താണെന്നുള്ളത്, ബ്ലോക്ക് എന്താണെന്നുള്ളത് അറിയിക്കാം. പക്ഷെ റിവർ പോഡ് കുറച്ചും കൂടി പുതിയതാണ് കമ്പാരിറ്റീവ്ലി. സോ അതിനെ കുറിച്ചൊരു വീഡിയോ മലയാളത്തിൽ ഉണ്ടോ എന്നുള്ളത് അറിയില്ല, ഇടയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതൊരു ബേസിക് ലെവൽ മുതൽ നമുക്ക് എങ്ങനെ റിവർ പോഡ് യൂസ് ചെയ്യാന്നുള്ള ലെവലാണ്. ഓവർ ലോജിക്കുകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, എങ്ങനെ ഓരോരോ റിവർ പോഡ് എങ്ങനെ നമ്മൾ പ്രൊവൈഡറൊക്കെ യൂസ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പെട്ടെന്ന് റിവർ പോഡിലോട്ട് മാറാന്നുള്ളതിൻ്റെ ഒരു വീഡിയോ പോലെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇതാണ് നമ്മളെ റിവർ പോഡിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ, അതായത് ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഓക്കെ, ഇതിൽ നമ്മൾ റിവർ പോഡിനെ കുറിച്ചുള്ള നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതിൽ നോക്കിയാൽ മതി. ഭയങ്കര സിമ്പിൾ ആയിട്ട്, അതായത് ChatGPT-യിലൊന്നും നോക്കേണ്ട ആവശ്യം കൂടില്ല. ഭയങ്കര സിമ്പിൾ ആയിട്ടാണ്, നല്ല അടിപൊളി എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, സോ വൈ റിവർ പോഡ്? റിവർ പോഡ് നമ്മളെ പറഞ്ഞ പോലെ തന്നെ പ്രൊവൈഡറിന്റെ ഒരു ബിഗ് ബ്രദർ ആയിട്ട് കൂട്ടാം. കുറച്ചും കൂടെ എക്സ്ട്രാ ഫങ്ഷനാലിറ്റീസും കുറച്ചും കൂടി എക്സ്ട്രാ ഈസ് ഓഫ് യൂസും കൂടി നൽകുന്ന ഒരു സ്റ്റേറ്റ് മാനേജ്മെന്റ് ആണ് റിവർ പോഡ്. ഓക്കെ, ആക്ച്വലി ഞാൻ ബ്ലോക്കിനെക്കാട്ടിയും, അതായത് ബ്ലോക്ക് സ്റ്റേറ്റ് മാനേജ്മെന്റ് അല്ല, ഒരുവിധം എല്ലാ കമ്പനികളിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നത് ബ്ലോക്ക് ആവും, പ്രൊവൈഡറിനെക്കാട്ടിയും കൂടുതൽ. സോ ബ്ലോക്ക് യൂസ് ചെയ്യാൻ കാരണം അത് കുറച്ചും കൂടി ഇതായതുകൊണ്ടാണ്, അതായത് കുറച്ച് മുമ്പുള്ളതാണ്, അതുകൊണ്ട് കുറച്ചും കൂടി സ്റ്റേബിളും കാര്യങ്ങളൊക്കെയാണ്, അതാണ് ബ്ലോക്ക് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ബട്ട് അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ മെയിൻലി കുറച്ചും കൂടി നമ്മളെ ലെസ് ബോയിലർ പ്ലേറ്റ് ആയിട്ട് കോഡ് ട്രൈ ചെയ്യണതാണ് എനിക്ക് ഇഷ്ടം. സോ ഞാനിപ്പോൾ ബ്ലോക്ക് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, കാരണം അത് കുറെ ബോയിലർ പ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ അതുപോലെ ബിഗിനേഴ്സിനൊക്കെ അത് ഭയങ്കര കൺഫ്യൂസിങ് ആവും ബ്ലോക്കിന്റെ കേസുകളിലോട്ട് പോകുമ്പോൾ. പക്ഷേ റിവർ പോഡ് ഞാൻ എല്ലാവരും അതിലോട്ടും റിവർ പോഡിലോട്ട് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും. കുറെയൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ, അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളെ റിവർ പോഡ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ഇതുണ്ടല്ലോ, പുൾ ടു റീഫ്രഷ്, ഇൻഫിനിറ്റി ലിസ്റ്റ്, വിച്ച് എസ് വി റോൾ, സെർച്ച് എസ് വി ടൈപ്പ്, അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഭയങ്കര സിംപ്ലിഫൈ ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമുക്ക് മെയിൻലി നമ്മളെ UI-ലോട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാം. നമ്മളെ ലോജിക്കൊക്കെ ഒരുവിധം ഹാൻഡിൽ ചെയ്യാൻ നമ്മളെ റിവർ പോഡിന് പറ്റും. ഓക്കെ, അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, റിവർ പോഡ് ടേക്സ് കെയർ ഓഫ് എ ലാർജ് പാർട്ട് ഓഫ് യുവർ അപ്ലിക്കേഷൻസ് ലോജിക് ഫോർ യു. ഓക്കെ, സോ അതിന്റെ ഒരു എക്സാമ്പിളും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പൊ ഈ ഒരു സിമ്പിൾ കോഡ് കണ്ടില്ലേ, മോസ്റ്റ്ലി നമ്മൾ റിവർ പോഡിൽ നമ്മൾ എല്ലാം ഓരോ ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ഒരു വാരിയബിൾ എങ്ങനെയാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ നമ്മൾ റിവർ പോഡിൽ ഓരോരോ പ്രൊവൈഡേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. ഓക്കെ, ഇപ്പൊ ഈ ഒരു കോഡ് വെച്ചിട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് സെർച്ച് എസ് വി ടൈപ്പ്, പുൾ ടു റീഫ്രഷ്, ഇൻഫിനിറ്റി ലിസ്റ്റ്, ആസ് വെൽ ആസ് എറർ ഹാൻഡ്ലിംഗ് ആൻഡ് ലോഡിംഗ് സ്റ്റേറ്റ്, ഇങ്ങനത്തതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സിംഗിൾ കോഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടും സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ് മാനേജ്മെന്റ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഇതിലിപ്പോ നമ്മളൊരു പ്രൊവൈഡർ പോലെ തന്നെ നമുക്ക് ഓരോരോ ഇതുണ്ട്, പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഓക്കെ, പ്രൊവൈഡർ സ്റ്റേറ്റ് മാനേജ്മെന്റ് ആണ് ഉദ്ദേശിച്ചത് ഞാൻ. ഓക്കെ, അപ്പൊ അതിലുള്ള പോലെ തന്നെ ഓരോരോ പ്രൊവൈഡേഴ്സ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ചിലപ്പോൾ ഓരോരോ സിംഗിൾ പ്രൊവൈഡേഴ്സ് ഓരോരോ വീഡിയോ ആയിട്ട് ആവും ചെയ്യല്. അതായത് നമ്മുടെ ബേസിക് പ്രൊവൈഡർ മുതൽ നമ്മളെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫ്യൂച്ചർ പ്രൊവൈഡർ, സ്റ്റേറ്റ് നോട്ടിഫയർ പ്രൊവൈഡർ, അങ്ങനത്തെ അതിലോട്ട് ഓരോന്നും സെപ്പറേറ്റ് സിംഗിൾ ഷോർട്ട് വീഡിയോസ് ആയിട്ടാവും ചെയ്യല്. അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യും. ഓക്കെ, സോ ഇതാണ് റിവർ പോഡ്. ഓക്കെ, ഒരു കുറച്ചും കൂടി ന്യൂ ആൻഡ് ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് മാനേജ്മെന്റ് ലൈബ്രറി, സ്റ്റേറ്റ് മാനേജ്മെന്റ് സൊല്യൂഷൻ. ഓക്കെ, സോ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, എങ്ങനെ നമുക്ക് ഇതിൽ നമ്മളെ ഫ്ലട്ടറിൽ നമുക്കിത് നമ്മളെ ആപ്പിൽ ഇതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. സോ ഇറ്റ്സ് ഗോ ടു ക്വിക്ക് സ്റ്റാർട്ട്. ഓക്കെ, ക്വിക്ക് സ്റ്റാർട്ടിലല്ല, ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. ഓക്കെ, ഇൻസ്റ്റാളിങ് ദ പാക്കേജ്. സോ ഇതിലോട്ട് ഇൻസ്റ്റാളിലോട്ട് വരുമ്പോൾ നമുക്കിത് ഡാർട്ട് ഓൺലി ആയിട്ട്, അത് നമ്മൾ ഡാർട്ടിൽ മാത്രം പ്യുവർ ഡാർട്ടിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും, ഈ സ്റ്റേറ്റ് മാനേജ്മെന്റ്. അതല്ല നമ്മൾ ഫ്ലട്ടറിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഫ്ലട്ടറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലട്ടർ റിവർ പോഡ് ആണ്, അതായത് നമ്മളെ ഫ്ലട്ടർ റിവർ പോഡ് ഈ ഒരു ഡിപ്പെൻഡൻസിയാണ് നമ്മളെ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത്, pubspec.yaml-ലോട്ട്. അതേപോലെ നമ്മൾ ഡാർട്ടിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് റിവർ പോഡ് മാത്രം ആഡ് ചെയ്താൽ മതി. അത് എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ ആണ്. റിവർ പോഡ് ഓക്കെ, റിവർ പോഡ്
ഇവിടെ ഉണ്ട് സെപ്പറേറ്റ്. നമ്മൾ ഫ്ലട്ടറിൽ മാത്രമായിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഡാർട്ടിൽ മാത്രമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫ്ലട്ടറിലും കൂടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലട്ടർ റിവർ ആണ് ചെയ്യല്. ഓക്കെ, മോസ്റ്റ്ലി നമ്മൾ ഫ്ലട്ടർ റിവർ ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അത് ആഡ് ചെയ്യുക. പിന്നെ നമുക്കിവിടെ അതിന്റെ ലിൻഡോളൊക്കെ ആഡ് ചെയ്യുക. അതായത് നമുക്ക് അതിന്റെ ഫ്ലട്ടർ റിവർ ബേസ്ഡ് ആയിട്ടുള്ള നമുക്ക് വാർണിംഗ്സ്, എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ വാർണിംഗ്സ് കിട്ടാനുള്ള ലിൻഡ് ആഡ് ചെയ്യാം. ബട്ട് നമ്മളിപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഇത് ഫോളോ ചെയ്താൽ മതി. നമ്മുടെ കസ്റ്റം ലിൻഡും റിവർ ലിൻഡും എന്ത് ചെയ്യുക, നമ്മളെ ഡെവലപ്മെന്റ് ഡിപ്പെൻഡൻസിയിലോട്ട്, അതായത് ഡേ ഡിപ്പെൻഡൻസിയിലോട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. ശേഷം നമ്മുടെ ഒരു അനാലിസിസ് _options.yaml എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു കോഡ് എന്ത് ചെയ്യാം, അതിൽ പേസ്റ്റ് ചെയ്യാം. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വാർണിംഗ്സ്, അതായത് റിവർ റിലേറ്റഡ് വാർണിംഗ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഈ ഒരു കോഡ് റൺ ചെയ്താൽ, ഡാർട്ട് റൺ കസ്റ്റം ലിൻഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവർ ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും വാർണിംഗ് ഉണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, സോ ബേസിക്കലി അത്രേ ഉള്ളൂ. നമുക്ക് സെറ്റ് ചെയ്യാനൊന്നും വലിയ ഇഷ്യൂവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് നമ്മൾ റിവർ നമുക്ക് നമ്മൾ ആപ്പിൽ യൂസ് ചെയ്യാം. സോ ഞാൻ ഫസ്റ്റ്ലി സ്റ്റാർട്ട് ചെയ്യണത് നമ്മളെ ബേസിക് പ്രൊവൈഡർ വെച്ചിട്ടാണ്. സോ പ്രൊവൈഡർ നമ്മൾ റിവർ നമ്മൾ യൂസ് ചെയ്യണത് വാല്യൂസ് സ്റ്റോർ ചെയ്യാനാണ്. അതായത് കോൺസ്റ്റന്റ് വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ പ്രൊവൈഡർ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഫയർ ബേസ് വെച്ചിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതുണ്ടാവുമല്ലോ, ഓരോരോ റെഫറൻസുകൾ ഉണ്ടാവുമല്ലോ, ഓരോരോ ഡാറ്റാ ബേസിലിൻ്റെ റെഫറൻസുകൾ ഉണ്ടാവുമല്ലോ, അല്ലാതെ നമ്മൾ സ്റ്റോറേജ് ബക്കറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഒക്കെ എന്ത് ചെയ്യാം, അതൊക്കെ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, മാറ്റം വരില്ലല്ലോ. ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡർ വെച്ചിട്ട് എന്ത് ചെയ്യാം, അത് സേവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇവിടെ ഒരു ഹെലോ വേൾഡ് എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊരു സ്ട്രിങ് ആണ്. അതുപോലെ നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും, ഇപ്പോൾ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്പർ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പ്രൊവൈഡർ വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ് ബിഫോർ ദാറ്റ് നിങ്ങൾക്ക് നിങ്ങൾ VS കോഡിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ ഇന്റലിജന്റ് IDEയിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ ഫ്ലട്ടർ റിവർ സ്നിപ്പെറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആവും. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഡ് ഓരോരോ പ്രൊവൈഡേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ജനറേറ്റ് ചെയ്ത് പോകാൻ പറ്റും. സോ ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ കിട്ടും. ഈ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിന്റെ VS കോഡിന്റെ ആണെന്നുണ്ടെങ്കിൽ VS കോഡിന്റെ എക്സ്റ്റൻഷൻ, അതായത് ഫ്ലട്ടർ റിവർ സ്നിപ്പെറ്റ് ഉള്ള എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അതല്ല നിങ്ങൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ അല്ലെങ്കിൽ ഇന്റലിജ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ടാമത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള എക്സ്റ്റൻഷനിലോട്ടുള്ള ഇതും കിട്ടും. അപ്പം എന്താ ചെയ്യുക, ഞങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആവും കാര്യങ്ങൾ. ഓക്കെ, ഒന്നും ഫുള്ള് മാനുവലി ടൈപ്പ് ചെയ്യേണ്ടി വരില്ല. സോ ബേസിക്കലി അതാണ് കാര്യം. സോ അത്രേ ഉള്ളൂ. അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സെറ്റായി, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡെവലപ്മെന്റ് എന്ത് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാനിവിടെ ഒരു സിമ്പിൾ ആപ്പ് ഉണ്ട് ഇവിടെ. നമുക്ക് എന്ത് ചെയ്യാം, അതിലുള്ളതൊക്കെ ഒഴിവാക്കാം. കാരണം ഇതിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്തൊരു ആപ്പാണ്. സോ അത് നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ഒഴിവാക്കാം. നമുക്ക് കംപ്ലീറ്റ്ലി ഇത് ഒഴിവാക്കാം. ഞാൻ നമുക്ക് ഒരു ബേസിക് കംപ്ലീറ്റ് വൈറ്റ് സ്ക്രീൻ എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്ലാങ്ക് ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ആപ്പ് ബാർ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ജസ്റ്റ് റിവർ ട്യൂട്ടോറിയൽ എന്ന് പറയണേ. സോ ഞാൻ ഓൾറെഡി എൻ്റെ pubspec.yaml നമ്മുടെ ഫ്ലട്ടർ റിവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നൗ ഇൻസൈഡ് ഓർ മെയിൻ ഈ ട്രഷർ മോഡൽ ഒന്ന് നോക്കണ്ട കേട്ടോ, ഞാനത് ഡിലീറ്റ് ചെയ്യാൻ വിട്ടതാണ്. മോഡൽസ് നോക്കണ്ട, ജസ്റ്റ് നിങ്ങൾ മെയിനിലോട്ട് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. മെയിനിലൊന്നും ഇല്ല, ജസ്റ്റ് രണ്ട് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് മാത്രമേ ഉള്ളൂ, നമ്മളെ മൈ ആപ്പിൻ്റെയും പിന്നെ നമ്മളെ ഹോം പേജിൻ്റെയും. സോ നമുക്ക് ആദ്യം റിവർ യൂസ് ചെയ്യാൻ ചെയ്യേണ്ടത്, നമ്മൾ നമ്മുടെ പ്രൊവൈഡർ പോലെ നമുക്ക് ഓരോരോ നമ്മൾ പ്രൊവൈഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് ഇങ്ങനെ നമ്മളെ മെയിലിൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഫയലിൽ അത് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇൻസ്റ്റഡ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നമ്മുടെ ആദ്യം നമ്മളെ റിവർ എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം. ശേഷം നമ്മളെ മൈ ആപ്പ് ഉണ്ടല്ലോ, റൺ ആപ്പിന്റെ അകത്തുള്ള നമ്മളെ മൈ ആപ്പ് പറഞ്ഞ വിഡ്ജറ്റ് ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുക, പ്രൊവൈഡർ സ്കോപ്പിന്റെ അകത്ത് എന്ത് ചെയ്യുക, റാപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പ്രൊവൈഡർ സ്കോപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മൈ ആപ്പ് എന്ത് ചെയ്യുക, റാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ എൻറ്റയർ പ്രൊജക്റ്റിൽ നമുക്ക് എവിടെ വേണമെങ്കിലും റിവർ യൂസ് ചെയ്യാൻ പറ്റും. പ്രൊവൈഡേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡോക്യുമെന്റേഷനിലും അത് അവൈലബിൾ ആണ്. ഓക്കെ, ബേസിക് കൺസെപ്റ്റ് ഓഫ് പ്രൊവൈഡേഴ്സിലോട്ട് പോയി കഴിഞ്ഞാൽ ഹിയർ നമുക്ക് ഇവിടെ ഫുള്ള് പ്രൊവൈഡർ ടൈപ്സ് ആണ് കാണിക്കുന്നത്. ജസ്റ്റ് എ സെക്കൻഡ്, റീഡിങ് എ പ്രൊവൈഡർ, നോ ഇവിടെ ഒന്നും കാണുന്നില്ല. മറ്റേതിലുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ബേസിക്കലി ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. നമുക്ക് എന്ത് ചെയ്യണം, ഇതിങ്ങനെ ഇത് ചെയ്യണം, റാപ്പ് ചെയ്യണം. ഐ ആപ്പ് എന്ത് ചെയ്യണം, പ്രൊവൈഡർ സ്കോപ്പിൽ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവർ നമുക്ക് നമ്മളെ ഇതിൽ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെ പ്രൊജക്റ്റിൽ.
സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊവൈഡർ നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ പ്രൊജക്റ്റിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പ്രൊവൈഡേഴ്സ് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ഇപ്പോൾ നമ്മൾ നേരത്തെ പോയ പേജിലോട്ട് പോവാം. നമ്മൾ ഓക്കെ, ഇതൊക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊവൈഡേഴ്സ് ആണ്. ഓക്കെ, അതാ ഈ ഒരു പാർട്ട് ഇതാ കണ്ടില്ല. ഫോർ പ്രൊവൈഡേഴ്സ് ടു വർക്ക് യു മസ്റ്റ് ആഡ് പ്രൊവൈഡർ സ്കോപ്പ് ആസ് അറ്റ് ദ റൂട്ട് ഓഫ് യുവർ ഫ്ലട്ടർ ആപ്ലിക്കേഷൻസ്. ഓക്കെ, നമ്മൾ ഇത് പെട്ടെന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ മിസ്സായതാണ്. ഇതുപോലെ എന്തെങ്കിലും പ്രൊവൈഡർ സ്കോപ്പ് എന്ത് ചെയ്യണം, ആക്സസ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഓക്കെ, പ്രൊവൈഡർ ഉണ്ട്, സ്റ്റേറ്റ് പ്രൊവൈഡർ, ഫ്യൂച്ചർ പ്രൊവൈഡർ, സ്ട്രീം പ്രൊവൈഡർ. സോ നമ്മൾ പ്രൊവൈഡറിന് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇതിൽ തന്നെ പോവാം, ഈ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം പോവാം. പ്രൊവൈഡറിന് സ്റ്റാർട്ട് ചെയ്ത് ചേഞ്ച് നോട്ടിഫയർ പ്രൊവൈഡറിൽ നിർത്തുന്ന ലെവലിൽ എന്ത് ചെയ്യാം, നമുക്ക് മുന്നോട്ട് പോകാം. സോ നമുക്ക് പ്രൊവൈഡർ, ഓക്കെ, നമുക്ക് പ്രൊവൈഡറിന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ഇതിൽ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്, എക്സാമ്പിൾ ആണ്. ബട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. ഞാൻ ബേസിക്കലി നേരത്തെ പറഞ്ഞ പോലെ പ്രൊവൈഡർ നമുക്ക് ഡാറ്റാസ് കോൺസ്റ്റന്റ് വാല്യൂസ് സ്റ്റോർ ചെയ്യാനാണ് പ്രൊവൈഡർ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ, അപ്പോൾ ഇതിൽ തന്നെ ഒരു ഹലോ വേൾഡ് എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. സ്റ്റാർട്ട് സ്റ്റാർട്ടറിലാണ് തോന്നുന്നു ഒരു ഹലോ വേൾഡ് എക്സാമ്പിൾ. ഓക്കെ, കണ്ടില്ലേ, ഹലോ വേൾഡ് എക്സാമ്പിൾ. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ എന്ത് ചെയ്യാം, നമ്മൾ ഇതിൽ ട്രൈ ചെയ്ത് നോക്കാം. സോ ഇവിടെ കണ്ടിട്ടുള്ളത് നമ്മൾ ഒരു പ്രൊവൈഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഹലോ വേൾഡ് റിട്ടേൺ ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രിംഗ് വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ ആ ഒരു പ്രൊവൈഡർ നമ്മൾ റീഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ ആ ഒരു റീഡ് ചെയ്ത വാല്യൂ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാതെ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതുപോലെ പ്രൊവൈഡേഴ്സ് നമ്മൾ ഗ്ലോബലി ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബട്ട് ഗ്ലോബലി ആണെന്ന് കരുതി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് കംപ്ലീറ്റ്ലി ഇമ്മ്യൂട്ടബിൾ ആണ്. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പ്രൊവൈഡേഴ്സ് നമ്മൾ റിപ്പോർട്ട് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യൽ, ഗ്ലോബലി ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യൽ. ഓക്കെ, സോ നൗ എന്ത് ചെയ്യാം, നമുക്ക് ഒരു പ്രൊവൈഡർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സെപ്പറേറ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, എല്ലാം നമുക്ക് ഇവിടെ തന്നെ നമ്മൾ ഈ ഒരു മെയിൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെയും ചെയ്യാം. ഓക്കെ, സോ ഫോർ നൗ ഞാൻ തൽക്കാലം നമ്മളെ ഈ ഒരു മെയിൻ ഫംഗ്ഷൻ അടിയിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു പ്രൊവൈഡർ. ഓക്കെ, നമുക്ക് പ്രൊവൈഡർ നമ്മളെ ഞാൻ എക്സ്റ്റൻഷൻ ഞാൻ ഇതിൽ ചെയ്ത് നോക്കട്ടെ. 1 സെക്കൻഡ്. റിവർപോഡ് സ്നിപ്പെറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്യാപിറ്റൽ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൊവൈഡർ ഇവിടെ ഉണ്ടാവും. ഫ്യൂച്ചർ പ്രൊവൈഡർ ഇവിടെ ഉണ്ട്. സിമ്പിൾ പ്രൊവൈഡർ, വേർ ഈസ് പ്രൊവൈഡർ? മേലെ തന്നെ ഉണ്ടല്ലേ പ്രൊവൈഡർ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ഇപ്പം അത് നോക്കണ്ട, നമുക്ക് നോർമലി ചെയ്യണ പോലെ തന്നെ ചെയ്യാം. ഫൈനൽ നമുക്ക് ഇതിൽ ഇപ്പം എങ്ങനെ നമ്മൾ ഡോക്യുമെന്റേഷൻ എങ്ങനെ ചെയ്തിട്ടുള്ളത് അതുപോലെ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം. ഫൈനൽ ഹലോ വേൾഡ് പ്രൊവൈഡർ and it will be equal to പ്രൊവൈഡർ. ആൻഡ് ഇതുപോലെ എന്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ റഫ് എന്നുള്ളത് നമ്മളെ ഇതാണ്, റെഫറൻസ് ആണ്. ഇവിടെ ഈ ഒരു കേസിൽ നമുക്ക് അത് ആവശ്യമില്ല. എന്തെങ്കിലും അണ്ടർസ്കോർ കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യാം, അത് ഇഷ്യൂ ഇല്ല. കാരണം നമ്മൾ ഇത് റഫ് യൂസ് ചെയ്യണത് നമ്മളിപ്പോൾ നമ്മൾ ഒരു പ്രൊവൈഡറിൻ്റെ അകത്ത് വേറൊരു പ്രൊവൈഡർ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെയാണ് നമ്മൾ റഫ് യൂസ് ചെയ്യല്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതിൻ്റെ അകത്ത് ഒരു സിനിയറി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊവൈഡേഴ്സ് നോക്കുന്നുണ്ട് അതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇനി നമുക്കത് നമ്മുടെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. നമുക്ക് നമ്മുടെ ആപ്പിൽ UI എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ഹലോ വേൾഡ് പ്രൊവൈഡർ. സോ അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ നോക്കി കാണാൻ പറ്റും, നമ്മുടെ ഇവിടെ ഒരു ഡിഫറൻസ് കാണാൻ, അല്ലെങ്കിൽ ഇവിടെ കൺസ്യൂമർ വിഡ്ജറ്റ് ആണ്. വൈആപ്പ് എക്സ്റ്റെൻഡ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിന് പകരം ഇവിടെ കൺസ്യൂമർ വിഡ്ജറ്റ് ആണ്. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നമുക്ക് കൺസ്യൂമർ ബിൽഡർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അകത്ത് നമുക്കൊരു സെർട്ടൈൻ ഭാഗത്ത് മാത്രമേ നമുക്കൊരു ചേഞ്ച് ഉള്ളൂ എന്നുണ്ടെങ്കിൽ എല്ലാം ഇൻസ്റ്റോൾ ചെയ്ത് നമ്മളെ ആപ്പിൽ കംപ്ലീറ്റ്ലി നമുക്ക് റിവർപോഡ് അല്ലെങ്കിൽ പ്രൊവൈഡർ ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ, ഇതുപോലെ ഡയറക്റ്റ്ലി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ കൺസ്യൂമർ വിഡ്ജറ്റ് ആണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. നമുക്ക് 2 സിനറി നോക്കാൻ പറ്റാണ്. ഇപ്പം നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മളെ കംപ്ലീറ്റ് നമ്മളെ ബോഡി ഫുൾ അത് ഉള്ളൂ, ജസ്റ്റ് ഒരു സെൻറ്റർ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, കൺസ്യൂമർ വിഡ്ജറ്റ് ആണ് യൂസ് ചെയ്യാം. കൺസ്യൂമർ വിഡ്ജറ്റ് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിന്റെ പകരം കൺസ്യൂമർ വിഡ്ജറ്റ് കൊടുക്കുക. ഓക്കെ, കൺസ്യൂമർ വെബ്സൈറ്റ് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രൊവൈഡർ എന്ത് ചെയ്യണം, ആക്സസ് ചെയ്യണം നമ്മൾ ഇതിൻ്റെ അകത്ത്.
ഓക്കെ, റീഡ് ചെയ്യണം. അതിന് നമുക്ക് എന്ത് വേണം, റെഫറൻസ് വേണം, റഫ് വേണം. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം, നമ്മളെ വിഡ്ജറ്റ് റഫ് ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ പാസ് ചെയ്ത് കൊടുക്കണം. നമ്മളെ ബിൽഡിൻ്റെ അകത്ത് കോൺടാക്ട്സിൻ്റെ ശേഷം ഒരു കോമ ഇട്ടിട്ട് വിഡ്ജറ്റ് റഫ് എന്ത് ചെയ്യാം, പാസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നമ്മളെ ഇത് അതായത് നമ്മളെ പ്രൊവൈഡേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കോഡാണ് ഇവിടെ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇവിടെ ഇപ്പം നമുക്ക് അറിയാം നമ്മളെ വാല്യൂ സ്ട്രിങ് ആണ് റിട്ടേൺ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അതാണ് ഇവിടെ സ്ട്രിങ് എന്ന് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് കൊടുത്തില്ലാച്ചിട്ട് ഇഷ്യൂ ഇല്ല, ഇങ്ങനെ കൊടുത്താലും ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്സസ് ചെയ്യുന്ന രീതി ഇതുപോലെയാണ്. ഫസ്റ്റ് എന്ത് ചെയ്യും, നമ്മളെ റഫ്, പിന്നെ നമ്മൾ വാച്ച്, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഹലോ വേൾഡ് പ്രൊവൈഡർ എന്നുള്ള പ്രൊവൈഡറിന്റെ നെയിം പാസ് ചെയ്യുക. ഓക്കെ, ഹലോ വേൾഡ് പ്രൊവൈഡർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു വാല്യൂ ഇവിടെ പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടെക്സ്റ്റ് സെൻറ്ററിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, ഒരു സിമ്പിൾ ഒരു സ്റ്റൈലൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു സിമ്പിൾ ടെക്സ്റ്റ് വിഡ്ജറ്റിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു വാല്യൂ ഇവിടെ എന്ത് ചെയ്യാം, പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യണം അതുപോലെ തന്നെയാണ് ഇത് ഒരു ഹലോ വേൾഡ് എന്ന് പറഞ്ഞൊരു ഇത്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ്, ഒരു ഹലോ വേൾഡ് ഫംഗ്ഷൻ ഒരു വോയിഡ് അല്ലെങ്കിൽ സ്ട്രിങ് ഹലോ വേൾഡ് എന്നിട്ടൊരു ഫംഗ്ഷൻ ഒരു സ്ട്രിങ് റിട്ടേൺ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മളെ പ്രൊവൈഡേഴ്സും വർക്ക് ചെയ്യൽ. സോ എന്താണ് കുറച്ചും കൂടി ഹൈ ലെവൽ, അത് നമുക്ക് ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻസിലൊക്കെ ഇഞ്ചക്ഷൻ ഓട്ടോമേറ്റ് ചെയ്യുന്ന രീതിയിലാണ് മാത്രം നമ്മൾ ഫംഗ്ഷനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ. ആൻഡ് ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ നമ്മളെ ആപ്പ് ട്രൈ നോക്കിയാൽ കണ്ടോ, അവിടെ ഹലോ വേൾഡ് എന്ന് കാണുന്നുണ്ട്. ചെറുതാണോ ആവാൻ കുറച്ച് അതിൻ്റെ സ്റ്റൈൽ ലെങ്ത് ഒന്ന് കൂട്ടിത്തരാം, സൈസ് ഒന്ന് കൂട്ടിത്തരാം. ടെക്സ്റ്റ് സ്റ്റൈൽ, font size, make now just make it 25. Okay, സോ അപ്പം കാണാൻ പറ്റും ഹലോ വേൾഡ് എന്നുള്ളൊരു ഇതോടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു റഫ് ഡോട്ട് വാച്ച് എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ഇത് നമുക്കിവിടെ റഫ് ഡോട്ട് റീഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ റീഡ് കൊടുത്തു കഴിഞ്ഞാലും നമുക്കിവിടെ ഹലോ വേൾഡ് എന്ന് കിട്ടും. ഇത് വാച്ചും റീഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഞാനത് കോംപ്ലക്സ് ആയിട്ട് എന്താ നമുക്ക് എക്സാമ്പിൾസ് നോക്കുമ്പോൾ അത് നോക്കാം. ബട്ട് ഇതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വാച്ച് നമ്മൾ യൂസ് ചെയ്യല് നമ്മളിപ്പോൾ ഒരു ചേഞ്ച് എക്സ്പെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലാണ്, നമ്മൾ യു ഐയിൽ ഒരു ചേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ ലിസൺ ചെയ്യണം, വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യല്, വാച്ച് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യല്. അതായത് നമുക്കൊരു യു ഐയിൽ ഒരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട്, അപ്പോൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യു ഐ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് വാച്ച് യൂസ് ചെയ്യല്. ഇൻസ്റ്റഡ് നമുക്ക് ചേഞ്ചസ് ഒന്നും ഇല്ല. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫംഗ്ഷൻ വിളിക്കാനാണ് നമ്മളൊരു ഇപ്പം നമുക്കൊരു ഫംഗ്ഷൻ, ഇപ്പം നമുക്കൊരു ചേഞ്ച് നോട്ടിഫയർ അല്ലെങ്കിൽ സ്റ്റേറ്റ് നോട്ടിഫയറിൻ്റെ അകത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ആ ഒരു ഫംഗ്ഷൻ ആക്സസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, റീഡ് യൂസ് ചെയ്താൽ മതി. കാരണം അത് ഒറ്റ തവണത്തിനാണ് നമ്മൾ റീഡ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് എന്താണ് ഇവിടെ അപ്ഡേഷനും കാര്യങ്ങളൊന്നും വരാല്ല. ജസ്റ്റ് ഹലോ വേൾഡ് എന്നുള്ളത് ഒറ്റ തവണ എടുത്താൽ മതി. പിന്നെ എന്ത് ചെയ്യാൻ അത് ജസ്റ്റ് കാണിക്കാൻ മാത്രമേ ഉള്ളൂ, നമ്മൾ ഫംഗ്ഷൻ അത്രേ ഉള്ളൂ. അപ്പം എന്ത് ചെയ്താൽ മതി, നമുക്ക് റീഡ് യൂസ് ചെയ്താൽ മതി. അതെല്ലാം നമുക്ക് ഈ ഹലോ വേൾഡ് മാറി കുറച്ച് കഴിഞ്ഞാൽ അത് എന്തെങ്കിലുമൊക്കെ ഒരു യൂസർ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ, ആക്ഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഹലോ വേൾഡ് മാറി വേറെ എന്തെങ്കിലും ആവുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, നമ്മൾ യു ഐയിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു റീഡിന്റെ പകരം നമുക്കിവിടെ വാച്ച് യൂസ് ചെയ്യണം. ബട്ട് പ്രൊവൈഡറിന്റെ കേസിൽ അങ്ങനെ വരില്ല, കാരണം ഇത് ജസ്റ്റ് കോൺസ്റ്റന്റ് വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്യാനാണ് പ്രൊവൈഡർ യൂസ് ചെയ്യല്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ പ്രൊവൈഡർ. ഓക്കെ, നമുക്ക് ഫയർ ബേസിലൊക്കെ നമ്മൾ പറയില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫയർ ബേസ് റെഫറൻസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡർ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത്രയുള്ള പ്രൊവൈഡർ ഭയങ്കര സിമ്പിൾ ആണ്. ഇനി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് വീഡിയോ മാക്സിമം സിമ്പിളറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ, ചെറിയ എക്സാമ്പിൾസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ നമുക്ക് ഒരു ഡീപ്പ് ഇത് വേണമെന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്തേനെ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ഒരു ടു ഡു ആപ്പ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇത് എന്ത് ചെയ്യാം, പക്ഷെ അത് ടു ഡു നോട്ടിഫയർ ഇത് നോട്ടിഫയർ പ്രൊവൈഡർ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് പ്രൊവൈഡറും ഉണ്ട്, നമുക്ക് കംപ്ലീറ്റ് ടു ഡു പ്രൊവൈഡർ കിട്ടാനൊക്കെ വേണ്ടിയിട്ട്. സോ അത് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഫസ്റ്റ് വീഡിയോ ഫുള്ള് കണ്ട് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ട് റിവർപോർട്ടിൻ്റെ ഒരു ബേസിക് ആയിട്ട് കിട്ടിയ ശേഷം ഇത് ട്രൈ ചെയ്യണതാവും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും, ഫ്രം ദർ വി ക്യാൻ യൂസ് പ്രൊവൈഡർ ടു എക്സ്പോസ് ദ ഫിൽറ്റർഡ് ലിസ്റ്റ് ഓഫ് ടു ഡൂസ് ഷോയിങ് ഓൺലി ദ കംപ്ലീറ്റ് ടു ഡൂസ്. ഓക്കെ,
കംപ്ലീറ്റഡ് ടു ഡൂസ് നോട്ടിഫയർ ഇവിടെ ഒരു നമ്മളെ നോട്ടിഫയർ പ്രൊവൈഡർ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് കംപ്ലീറ്റഡ് ആയിട്ടുള്ള, അതായത് സ്റ്റാറ്റസ് കംപ്ലീറ്റഡ് ആണെന്നുള്ളത്, അതായത് ട്രൂ ആയിട്ടുള്ള ഇത് മാത്രം കാണിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡർ യൂസ് ചെയ്യാം. അതിനകത്ത് ഞാൻ നേരത്തെ പോലെ റഫ് യൂസ് ചെയ്തിട്ട് എന്താണ് നമ്മൾ വേറൊരു പ്രൊവൈഡർ എന്ത് ചെയ്യാണ്, ഈ ഒരു പ്രൊവൈഡറിന്റെ അകത്ത് ആക്സസ് ചെയ്യണം. അങ്ങനെ നമ്മൾ റെഫറൻസ് അല്ലെങ്കിൽ വിഡ്ജറ്റ് റഫ് എന്നുള്ള സംഭവം യൂസ് ചെയ്യണത്. സോ ഇതുപോലെയാണ് നമ്മളെ പ്രൊവൈഡർ വർക്ക് ചെയ്യണത്. നമുക്ക് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്റ്റേറ്റ് പ്രൊവൈഡർ ആണ്. ഓക്കെ, സ്റ്റേറ്റ് പ്രൊവൈഡർ ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോണത്. ഓക്കെ, റിട്ടേൺസ് എനി ടൈപ്പ് കണ്ടീഷൻ സിമ്പിൾ സ്റ്റേറ്റ് ഓഫ് ദ ചെറിയൊരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് നമ്മളെ സ്റ്റേറ്റ് പ്രൊവൈഡർ എന്ത് ചെയ്യാം നോക്കാം. സ്റ്റേറ്റ് പ്രൊവൈഡറെ കുറിച്ച് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങളാലൊന്ന് വായിച്ചു നോക്കുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ നിങ്ങളാലൊന്ന് വായിച്ചു നോക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും നിങ്ങളതൊന്ന് വായിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് കുറച്ചും കൂടി ഒരു നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഒന്നുകൂടി ഉണ്ടാവും. ഓക്കെ, സോ ഇനി നമ്മൾ ഈ ഒരു രീതിയിലുള്ള ഒരു എക്സാമ്പിൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ട്രൈ ചെയ്ത് നോക്കാം. സോ ഞാനത് എങ്ങനെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അറിയില്ല. ചിലപ്പോൾ സിംഗിൾ വീഡിയോസ് ആയിട്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ വീഡിയോ ആയിട്ടാവും. സോ yeah, that's it.